അതെന്നെ ഞാൻ ചോദിക്കുന്നത് എന്താ? എന്തിനാ എന്റെ പുറകെ വരുന്നത്? നീ എന്റെ മുമ്പിൽ നടന്നുകൊണ്ടല്ലേ ഞാൻ പിറകിലായത്. തമാശക്കല്ലേ? കൊറേ ദിവസമായല്ലോ ഇത് തുടങ്ങിയിട്ട്. ഈ റോഡ് പൊതുവഴിയാ. ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും, ഇഷ്ടമുള്ളപ്പോൾ പോകാൻ വരികയും ചെയ്യും. എന്നോട് കമന്റ് അടിക്കാനും ചൂടടിക്കാനും വരണ്ട, വന്ന ഞങ്ങൾ വിവരം അറിയും. ഞാൻ ആരാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഈ അങ്ങാടി മുഴുവൻ വാങ്ങാനുള്ള പണം എന്റെ ഉപ്പന്റെ കയ്യിലുണ്ട്. വാങ്ങാൻ കിട്ടൂല, സർക്കാർ കൊടുക്കൂല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വല്ലാതെ വിളച്ചെടുക്കല്ലേ. ഞാനേ മൂസാലി പാത്തുന്റെ മോളാ. ഏത് കൊമ്പത്തുള്ളവന്റെ മോളായാലും ശരി എന്റെ കൂടെ ഐസ്ക്രീം കഴിക്കാനും സിനിമക്ക് പോകാനും വരാറുണ്ട്. നീ ആയിട്ട് ആ പതിവ് തെറ്റിക്കല്ലേ. ആ പരിപ്പ് ഇവിടെ വേവൂല, അതങ്ങ് വാങ്ങി വെച്ചേക്ക്. നമുക്ക് കാണാം. ആ കാണാം, തമ്പുരാൻ ചെന്നൈക്ക്. നീ ഇതിന് അനുഭവിക്കും. ആ ആയിക്കോട്ടെ, ഒന്ന് പോണേ. എടാ അതൊരു പാവം പെണ്ണാടാ. നമ്മളും പാവല്ലേ ഉച്ചത്തെ. പാവപ്പെട്ടൊരു മീൻകാരൻ മോളാത്. ഈ അതിനോടുള്ള കളി നിർത്തിയേക്ക്. നിർത്തിയില്ലെങ്കിലേ കഥകൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. കഴിഞ്ഞ പെണ്ണിട്ടുള്ള കഥ പിച്ചാത്തി കേട്ടിട്ടില്ല. അവള് പോയി എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പോയി പണിയൊക്കെ പറഞ്ഞു. അതിനു മുമ്പുള്ള ഒരു ദിവസങ്ങൾ സിനിമക്ക് പോയ കഥ അത് ഞാൻ കേട്ടിട്ടില്ലടാ. അതിപ്പം കേൾക്കണ്ട. ഞാൻ ആദ്യം ഈ മീൻകാരി കൊച്ചൊന്ന് വളയ്ക്കട്ടെ, എന്നിട്ടാ കഥ പറഞ്ഞുതരാം. അപ്പോ ഞാൻ ഇനിയും വരണം. ഞാനിന്ന് ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ, ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ആ നല്ല പ്രതികരണമാണോ? പിന്നെ കണ്ടപ്പം തന്നെ ചിരിച്ച് സംസാരിച്ച് മൊബൈൽ നമ്പർ തന്ന്. നീ ആരാ മോൻ? പണത്തിലും സൗന്ദര്യത്തിലും നിന്നെ വെല്ലാൻ ഈ നാട്ടിൽ ആരല്ലത്? എന്നാ പിന്നെ എല്ലാവരോടും പോയി പറഞ്ഞേക്ക് ഞാൻ പുതിയ അക്കൗണ്ട് തുറന്ന കാര്യം. അത് പിന്നെ ഞാൻ ഏറ്റു. ആ കൊച്ചിന്റെ വീട് എവിടെയാ? വീട്ടിലേക്ക് തൽക്കാലം പോണ്ട, അതെനിക്ക് അപകടാ. ഓളപ്പാറന്ന് എനിക്ക് പേടില്ല. ഉപ്പാനല്ലടാ, ഉമ്മാനെ പേടിക്കണ്ട്. അതൊരു പടപ്പാ. എന്റെ മയ്യത്ത് നാളെ നമ്മൾ കാണേണ്ടി വരും. റോഡാ സേഫ്. പേടിണ്ടായിട്ടല്ല, എന്നാലും റോഡാ സേഫ്. അതെ, റോഡ്, ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ്, ഇതൊക്കെയാണല്ലോ നിങ്ങൾക്ക് പതിച്ചുന്ന സ്ഥലങ്ങള്. മനസ്സിലായില്ലേ നിനക്ക്? അപ്പൊ ഈ ഒരു കാര്യം ചെയ്തോ, ഇവിടെ തന്നെ നിന്നോ. അപ്പൊ പിച്ചാത്തി ചെല്ല്, അടുത്ത കിളി പറഞ്ഞ ടൈമായി. ഓക്കെ, അടിച്ചു പൊളിച്ചോ. അറിഞ്ഞോ? നിങ്ങൾ പറയാണ്ട് എങ്ങനെ നമ്മൾ അറിയാം? ഈ കൊയിലോത്ത് വീടുന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിക്കണെങ്കിൽ ആ അടുത്ത ചെക്കനോട് നമ്മളെ റസി എന്തോ ഒരു അനാവശ്യം പറഞ്ഞിരിക്കണം. റസിയനോട് കിന്നാരം പറയാൻ വന്നിണ്ടാവും. ഓള് തക്കതായിട്ടുള്ള മറുപടിയും കൊടുത്തിണ്ടാവും. ഓൾ ഇഞ്ചല്ലേ മോളി? പാത്തുവോ, ഓരൊക്കെ വലിയ വലിയ ആൾക്കാരാ. എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരൂല. പിന്നെന്താ വെള്ളരിക്കാൻ പറ്റണ? നിങ്ങളൊന്ന് പോയി ആടിനീ. പാത്തുവോ, അന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. റസിയാ, റസിയാ, റസിയാ. എന്താ ഉപ്പച്ചിയെ? ഞാൻ ഫോണൊന്ന് മാറ്റിയേക്ക്. ഉപ്പച്ചി, ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ കവിതക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്. ഈ കവിത എഴുതാനും തുടങ്ങിയോ? അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അത് ഓൺലൈൻ ആയിട്ടാ. അതൊക്കെ എഴുതിക്കോ. ഈ വലിയ വീട്ടിലെ ചെക്കന്മാരെന്തെങ്കിലും പറഞ്ഞു വന്നാൽ അത് മൈൻഡ് ചെയ്യാൻ പോണ്ട. എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് വാസി കൂടും. അപ്പൊ അതാണ് പ്രശ്നം. എന്റെ ഉപ്പച്ചിയെ ദിവസം സ്കൂളിൽ പോകുമ്പോ ശല്യം ചെയ്യാൻ വന്ന് ഞാൻ എന്ത് ചെയ്യാനാ? ശല്യം ചെയ്യാനോ? എന്നിട്ട് എന്താ ഇതുവരെ നമ്മളോട് പറയാനേ? പറയാൻ മാത്രം ഒന്നും ഇല്ല ഉമ്മച്ചിയെ, അത് ഞാൻ കൈകാര്യം ചെയ്ത്. കണ്ടില്ലേ, മൂസക്കൈനോട് ഞാൻ പറഞ്ഞില്ലേനോ, റസിയനോട് കളിച്ചാൽ ഓന് കിട്ടണ്ടേ കിട്ടൂ. എന്തോ അവനോട് പറഞ്ഞു? പൊരയിലേക്ക് വാ, ചിക്കൻ ബിരിയാണി തരാന്ന്. എന്തായാലും കൽക്കിക്കണേ. തമാശ ഒഴിവാക്കിട്ടോ. മൂസക്കായി, ഇങ്ങക്ക് ഒന്നിനും ഒരു ധൈര്യല്ല. മക്കളെയും കൂടി അങ്ങനെ ആക്കണോ? എനിക്ക് ലോകം തിരിഞ്ഞിട്ടില്ല. നിങ്ങൾ ഏത് ലോകാ കണ്ടേ? കൊണ്ടോട്ടിയും കോഴിക്കോടും അല്ലേ? അത് നമ്മളും കണ്ടിക്കണ്. ആൺകുട്ടികളോട് കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. സ്വഭാവം നല്ല ഇല്ലെങ്കിലേ മോത്തേക്ക് പറയും. എന്ത് വന്നാൽ ഇന്നെ വിളിക്കാൻ നിൽക്കണ്ട, പറഞ്ഞേക്കാം. ഇവിടെ ആരുടെ സഹായം ചോദിച്ചിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ, ഇവക്ക് അഹങ്കാരം കൂടുതലാണ്. ഫേസ്ബുക്കിലൊക്കെ ഒരു ഉണക്ക കവിത ആർക്കും കിട്ടും 1000 ലൈക്കൊക്കെ. എഴുതടാ, നന്നായി ഞാനും ലൈക്ക് തരാൻ. ഞാൻ എന്റെ ബുജ്ജി അല്ലല്ലേടി. മൂസക്കൈങ്ങളും പിരിഞ്ഞു പോയിക്കോളി. ഈ നാളെ എപ്പോഴാ സ്കൂളിൽ പോണത്? എന്തിനാ? അന്നെ നമ്മള് കൊണ്ടുവിടാ. പിന്നെ വൈകുന്നേരം എന്നെ കൂട്ടി കൊണ്ടുവരാനും നമ്മള് വരാം. ഉപ്പച്ചി, ഞാൻ UKG-ലല്ല. നിങ്ങളെന്താ ഞമ്മളെ കരുത്ത് മനസ്സിലാക്കാത്തെ? മൂസക്കയ്യെ റിസ്മോനെ, നിങ്ങൾ രണ്ടാളും പെണ്ണുങ്ങളോട് കളിക്കാൻ വരണ്ട. നമ്മക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്.
എല്ലാരും പിന്നെ പോയിക്കോളി. റസിയ ഈ ധൈര്യമായിട്ടിരുന്നോ. അന്നിനി ആരെങ്കിലും ശല്യം ചെയ്യാൻ വന്നാൽ ഈ നമ്മളോട് പറഞ്ഞോ. എനിക്കറിയോ റസിയ, നരിക്കുനി അങ്ങാടിയിലെ കാഞ്ചനമാലായിരുന്നു നമ്മള്. ഉപ്പച്ചിയായിരുന്നു മൊയ്തീൻ. ഇതോ മൊയ്തീനോ? മൊയ്തീന് പറഞ്ഞാൽ ആരാ? ഒടുക്കത്തെ ധൈര്യവും സ്റ്റൈലും. ഇതെന്തേതും പേടിത്തൂറി. മൊയ്തീൻ പുലിയാണെങ്കിൽ ഇത് വേറെ എലി. പിന്നാക്ക കൂടെ വണ്ടി പഞ്ഞ് നടക്കണ എലി. നൂറ്റാണ്ടാണ് ഇവിടെ അത് നിക്കണ്ട. പോവല്ലേ? പോര്. ഒരു കൂമനും കുട്ടി സ്രാങ്കും. എലിക്കുട്ടി മണ്ടിലി. എലിയും മണ്ടിലും പോണ്. ഉസ്മാന്റെ മണ്ടിലിന്റെ വരില്ല തല. നമ്മളെ കളിയാക്കിയ നമ്മൾ കണക്കിന് എന്തെങ്കിലും ഉണ്ടാക്കി തരി. ഹലോ, ആ റസിയുടെ വീടല്ലേ? അതെ. റസിയെ ഒന്ന് കാണാൻ പറ്റുമോ? തിരക്കാണെങ്കിൽ ഞാൻ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. നിങ്ങളൊന്ന് എണീക്ക്. ഞമ്മക്ക് കുറച്ച് തിരക്കുണ്ട്. നിങ്ങൾ എനിക്ക് കാണണ്ട. റസിയാനെ കാണണമെങ്കിലേ നിങ്ങൾ ആരാന്നും നിങ്ങൾ എന്തിനാ ഓളെ കാണണമെന്നും ഞമ്മളോട് പറയണോ. നിങ്ങൾ ആരാ? ഞമ്മളാണോ ഓളൊപ്പ. MAT മൂസാന്ന് പറയും. ഓഹോ, അത് നിങ്ങളാണല്ലേ. നിങ്ങളുടെ MAT കുറിച്ചാണ് റസിയ കവിത എഴുതിയത്. MATനെ കുറിച്ച് കവിതയോ? അതെപ്പോ ഞമ്മൾ അറിഞ്ഞില്ലല്ലോ. എന്നാൽ എഴുതി. അതിനൊരുപാട് ലൈക്കും കമന്റ്സും വന്നിട്ടുണ്ടായിരുന്നു. അതുണ്ടാവൂ. വണ്ടി ഞമ്മളതല്ലേ. ഭയങ്കര മൈലേജ് ആയിന്. വണ്ടിയുടെ കാര്യമല്ല പറഞ്ഞത്, കവിതയുടെ കാര്യമാണ്. റസിയയുടെ കവിതയുടെ കാര്യം. അല്ലെങ്കിൽ എന്താ വട്ടുണ്ടോ? രാവിലെ തന്നെ വീട്ടിൽ കയറി വന്ന് കവിതന്റെ കാര്യം പറയാൻ നിങ്ങളാരാ? ഞാൻ റസിയയുടെ ഒരു ആരാധകനാണ്. നിങ്ങളോ? പേരക്കുട്ടീന്റെ പ്രായമുള്ള ഓളോട് നിങ്ങൾക്ക് ആരാധനയോ? നിങ്ങളൊരു കാര്യം ചെയ്യും. കോഴിക്കോട് അങ്ങാടി ചെന്നിട്ടേ കുതിരവട്ടത്തേക്ക് ബസ് കയറി. അവിടെ ഒരു ആശുപത്രി ഉണ്ട്. അവിടെ നിന്ന് ഷോക്ക് അടുപ്പിച്ചാളി. എന്തോ ഒരു കുഴപ്പം. ഇതാണോ റസിയ? അപ്പൊ നിങ്ങൾ ഓളത് വരെ കണ്ടില്ലേ? ഞാൻ ഈ ഫേസ്ബുക്കിൽ കവിത വായിച്ചിട്ടേ ഉള്ളൂ. ഇതാരാ മുസക്കായേ? അത് റസിയന്റെ ഒരു ആരാധകനാ. അതിനിപ്പോ നമ്മൾ എന്തേത്താ മാണ്ടിയേ? ഞമ്മക്ക് റസിയാനെ ഒന്ന് കാണണം. ഓൾഡ് കവിത എനിക്ക് തരാൻ പറയണം. ഓ, അതാണ് പ്രശ്നം. പാത്തുവോ, ഓളാ മേശപ്പുറത്ത് വെച്ച ഒരുപാട് ബട്ടുണ്ട്. അവർക്ക് എടുത്ത് കൊടുക്ക്. മനസ്സമാനം കിട്ടട്ടെ. അങ്ങനെ തന്നാ പോരാ. ചില ആൾക്കാർ പൊരയിൽ വന്ന് പൈസ ചോദിക്കൂ. ചിലോല് പഴയ ഷർട്ടും പെന്റും ചോദിക്കൂ. കവിതക്ക് വരുന്ന ഒരാളാ നമ്മൾ ആദ്യമായിട്ട് കാണുക അല്ലേ? നിങ്ങക്ക് ഇത് ഇപ്പൊ തുടങ്ങി സൂക്കേടി. കുറെ കാലമായി. എന്നിട്ട് നിങ്ങൾ ആരും ചങ്ങൽ കൊന്നിട്ടില്ല? ചങ്ങലക്കിടാണ്. ഞാൻ ആരാന്നാ നിങ്ങളുടെ വിചാരം? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രസാധകനാണ്. പേര് സുധീഷ് ചന്ദ്ര പിന്നി. റസിയുടെ കവിതകളെല്ലാം ചേർത്ത് ഒരു സമാഹാരം ഇറക്കാനാണ് എന്റെ ആഗ്രഹം. അവളുടെ കവിതകൾക്ക് കുറെ ആരാധകരുണ്ട്. പുസ്തകം ചൂടപ്പം പോലെ വിറ്റുപോകും. റസിയന്റെ പുസ്തകം ഇറക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നേ. കുത്തിരിക്കി. അല്ല പാത്തു, റസി അത്രക്ക് ഫേമസ് ആണോ? അതാണ് നമ്മള് പറഞ്ഞേ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുറക്കണമെന്നീ. വെറുതെ അങ്ങനെ മീനും വിറ്റ് നടന്നോളൂ. റസിയോട് പറഞ്ഞ് കവിതകൾ എനിക്ക് തന്നെ തരാൻ പറയണം. അയി നമ്മളേറ്റ്. പിന്നെ പുസ്തകത്തിന്റെ അകത്തെ നമ്മളെ വലിയൊരു ഫോട്ടോ വെക്കണോ. എന്നിട്ട് അതിന്റെ അടിയിൽ ഫാത്തിമ CM എന്ന് എഴുതണോ. ഞമ്മളോട് ഉപ്പിയാണ്. ഞമ്മളെ ഫോട്ടോ വെക്കണോ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. തൽക്കാലം ഞാൻ ഒരു അഡ്വാൻസ് തന്ന് ഉറപ്പിക്കാം. പൈസയോ? കവിതക്കൊക്കെ ഇത്രയും വില ഉണ്ടെന്ന് നമ്മൾ ഇന്ന് അറിയണേ. മൂസക്കായെ പൈസ ഓൾക്ക് തിരിച്ചു കൊടുക്കി. റസീനോട് ചോദിക്കാണ്ട് പൈസയൊന്നും വാങ്ങണ്ട. അല്ലെങ്കിൽ തന്നെ കവിതന്റെ വില ഒക്കെ നമ്മക്കറിയോ. അതിലെന്റെ മത്തിന്റെ വില അല്ലാണ്ട് കൊടുക്കി മൂപ്പരെ തന്നെ കൊടുക്കി. നിങ്ങൾ റസിയന്റെ അടുത്ത് തന്നെ കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ രണ്ടുപേരും റസിയാനെ ഒന്ന് പുഷ് ചെയ്യണം. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി. അത് നമ്മൾ ചെയ്തോളാം. അങ്ങനെയാണ്. പാത്തോ, ഓള് ചില്ലറക്കാരിയല്ലല്ലോ. അതല്ലേ ഓളെ കവിത വാങ്ങാൻ വേണ്ടി നോട്ട് കയറ്റി വന്നേ. മൂസക്കായി ഓക്കെ ഇഞ്ച ബുദ്ധി എന്നാ കിട്ടിയ. ചെറുപ്പത്തിൽ ഞാൻ എത്ര കവിത എഴുതായിരുന്നു. അതിനൊക്കെ മലയാള അക്ഷരം തയ്ച്ചറിയാനു. കടലാസിലല്ല നമ്മൾ അതിന് കവിത എഴുതുന്നത്. മനസ്സിലെഴുതാൻ അക്ഷരത്തിന്റെ ആവശ്യമല്ല, പാസിന്റെ ആവശ്യമല്ല. നമ്മൾ ഇംഗ്ലീഷിൽ വരെ കവിത എഴുതിക്കണ്. കേക്കണോ നിങ്ങൾക്ക്? ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ പാത്തു ഹൗ ഐ വണ്ടർ മൂസ പാത്തു അപ്പ ബൗ 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 ഡൈക്കി ഡയമണ്ട് എംബേജി പാത്തു. അല്ലാ ചപ്പോ കവിത എഴുതുന്നു കൈത.
പാത്തുവോ അതൊന്നും നമുക്ക് കാണിച്ചുണ്ടാ. ഇതിങ്ങനെ തിരിഞ്ഞിട്ട് റേഞ്ച് ഇല്ല. എന്നാലും എന്റെ പാത്തുവോ നമ്മളെ മോള് ഇത്രയും ഫേമസ് ആയ വിവരവും നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. പുസ്തകം കൂടി അറിഞ്ഞ ഓൾ ആരാ? ഡബിൾ ഫേമസ് ആ. ഓൾ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ടി വി കയറുകയും ചെയ്യാം. ആ പിന്നെ സുക്കൂറിനോട് പറഞ്ഞിട്ട് ഓന്റെ ക്ലബിന്റെ വക റസിയക്ക് ഒരു അവാർഡും കൊടുക്കാൻ പറയാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അങ്ങനത്തെ ആ പൂപ്പ് അവാർഡൊന്നും ഇഞ്ച നോക്കുമാണ്ടേ. ഓക്കെ സർക്കാർ എന്നെ കൊടുത്തോളൂ അവാർഡ്. അല്ല എന്റെ ബുക്ക് ഇപ്പോഴെങ്ങാനും തുറക്കുവോ? സുക്കൂറിനോട് പറഞ്ഞിട്ട് പണ്ട് ഞാനൊരു അക്കൗണ്ട് തുറന്നതാണ്. ഇനിയിപ്പൊ ഞാനത് എടുക്കെടുക്ക് തുറക്കാത്തതിനെ കൊണ്ട് ഓല് പൂട്ടിക്കണോന്നുള്ളതാണ് ഇഞ്ച പേടി. എന്നാ പിന്നെ ഞമ്മക്ക് വേറെ തുടങ്ങിയാ പോരെ? ഓഞ്ച മുസക്കായി ഇങ്ങനെ വേജാറായില്ലേ? തുറക്കുണ്ട് ഇതിങ്ങനെ കറങ്ങട്ടെ. എന്നിട്ട് ഞാൻ ഓക്ക് ഒരു റിക്വസ്റ്റ് അയക്കട്ടെ, എന്നാലും ഓളെ കവിത നമുക്ക് കാണാൻ പറ്റൂ. ആ ഞമ്മളൊന്ന് നോക്കട്ടെ. നിങ്ങൾ തെക്ക് കൂട്ടല്ലേ, നിങ്ങളെ മറ്റു അയിലേയും വിക്കലല്ല. എന്റെ പാത്തുവോ റസിയന്റെ ഫ്രണ്ട്സിന്റെ 5000 കടന്നി. സ്വന്തം മെച്ചിക്ക് പോലും ഫ്രണ്ട് ആവാൻ പറ്റാത്ത അവസ്ഥ. അല്ല ഓക്ക് 5000 സുഹൃത്തുക്കളുണ്ട്. ഞമ്മക്കാകെ 2-3 ആളുള്ളൂ പാത്തുവോ. ഇപ്രായത്തിലൊക്കെ 5000 സുഹൃത്തുക്കളുണ്ട്. ഓളെ സമ്മതിക്കണം പാത്തുവോ. ഇത് നേരിട്ട് കാണുന്ന ഫ്രണ്ട്സുകളൊന്നും അല്ല. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും സ്വിറ്റ്സർലൻഡിലും വരെ ഒക്കെ ഫ്രണ്ട്സ് ഉണ്ട്. ഒരു തുർക്കിക്കാരിനെ കണ്ടില്ലേ നിങ്ങൾ? കണ്ടില്ലേ? നോക്കട്ടെ ഓളെ കവിത എവിടെങ്കിലും ഉണ്ടോന്ന്. ആ ദാ റസിയന്റെ കവിത. ഇതൊന്ന് പാട് പാത്തോ. ഇത് പാടാൻ പറ്റൂല. ഇത് പറയാൻ പറ്റുന്ന സൈസുള്ള ഈ കവിത. പാടിയാ പറയുന്ന മാതിരി ഉണ്ടാവുള്ളൂ. ഞമ്മക്കിനി അഭിമാനിക്കാ പാത്തോ. ഞമ്മള് ഒരു കവിന്റെ ഉപ്പച്ചാന്ന് അറിഞ്ഞിട്ട്. കവിയല്ല, കവിയത്രി. ആ അത് ഒന്ന് നിർത്തി. നല്ല പിടയ്ക്കണ മത്തിണ്ട്, അയിലുണ്ട്, ഐക്കോറയുണ്ട്. ഏതാ വണ്ടിയായി? എനിക്കുള്ള മീനൊന്നും വേണ്ട. അല്ല ഇറച്ചി നമ്മൾ വിൽക്കല്ല, മീൻ മാത്രമേ ഉള്ളൂ. നിങ്ങളെ മോള് റസിയാനോട് മര്യാദയ്ക്ക് ഇറന്നോളം പറയും. അതിനോളെ നടത്തത്തിന് എന്താ കുഴപ്പമോ? ഞമ്മക്കൊരു പ്രശ്നം ഇതുവരെ തോന്നിയില്ലല്ലോ. ഞൊണ്ടി നടക്കുമ്പോൾ തിരിഞ്ഞോളും. ഞൊണ്ടി നടക്കാനോ? അതിനോളെ കാലിൽ ചട്ടയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ പോവാണെങ്കിൽ ചട്ടയാവും. ഓ റോഡ് മേലെ കുയിന്റെ കാര്യമായി പറയണേ. ഒരിക്കലും അവള് കുയിൽ വീണതാ. ശ്രദ്ധിച്ച് നടക്കണം ഞാൻ എപ്പോഴും പറയുള്ളൂ. കുഴിയല്ല, പിന്നെ എന്നോട് വിരൽ ചൂണ്ടി സംസാരിച്ച റസിയ. എന്റെ ഉപ്പ് പോലും എന്നോട് ഇത്ര ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല. അല്ല ഈ ഏതാ മോനെ? ഞമ്മള് കൊയിലോത്താ. പഠിച്ചോനെ കൊയിലാത്ത മോനായി. മോനെ ഓൾക്ക് അറിയാണ്ട് പറ്റിപ്പോതാ. ഈ കണ്ട് ക്ഷമിച്ചാളാ. അറിയായിട്ടൊന്നുമില്ല, എന്റെ ഫ്രണ്ടിന് മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കിയ റസിയ. റസിയക്ക് വേണ്ടിട്ട് അന്നോട് നമ്മൾ ക്ഷമ ചോദിക്കാം. എനിക്ക് ക്ഷമൊന്നും വേണ്ട. ഞാൻ മീൻ തരാ, ഈ കായൊന്നും തരണ്ട. ഇതാ എല്ലാം കൂടി ഞാനെടുത്ത് കത്തിക്കുക. നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. മോനെ ഈ ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. നമുക്ക് എന്തിനും പരിഹാരം ഉണ്ടാക്കാലോ. ഇതുവരെ ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി തെറി പറഞ്ഞിട്ടില്ല. അതിനെന്റെ മുഖത്തിനൊന്നും പറ്റില്ലല്ലോ. നല്ല ഗ്ലാമർ ഉണ്ടല്ലോ. നാളെ ഓൾ ഈ വഴി സ്കൂളിൽ പോകണ്ടാവില്ല. അല്ല ഇതല്ലാണ്ട് ഓൾക്ക് പോകാൻ വേറെ വഴിയില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ? പഠിക്കണ്ട, വീട്ടിലിരുന്നോട്ടെ. അല്ല അപ്പൊ ഓക്ക് വിവരം കുറയില്ല മോനെ. ഇനി റസി എന്റെ മുമ്പിൽ വന്നാ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അതിന് ഈ ഓള് സ്കൂളിൽ പോയതിനു ശേഷം പുറത്തിറങ്ങിയാ പോരെ? ഇതെന്റെ ലാസ്റ്റ് വാണിങ്ങാ, സൂക്ഷിച്ചോ. പഠിച്ചോനെ ഇനിയിപ്പൊ എന്താ ചെയ്യ? എന്നോരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യൻ. റസിയ സ്കൂളിൽ എത്തണ വരെ ഈ ഓളെ മുമ്പിൽ തന്നെ ഉണ്ടാവണം. ഞാൻ ഓളെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നടക്കും മുസക്ക. നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട. മുമ്പിൽ നടന്നാൽ മാത്രം പോരാ, ആ തെണ്ടിച്ചക്കൻ ഒന്നും ചെയ്യാണ്ട് നോക്കണം. അതിനല്ലേ ഈ കത്തിയും കടാരൊന്നും വേണ്ട. ഈ ഓളെ ശരിക്കും നോക്കിയാ മതി. മുസക്കാക്ക് വരാൻ പേടിയല്ലേ? പേടിയായിട്ടല്ല, ഞമ്മളെ മോള് ഞമ്മളെ കൂടെ വരൂല. ഓൾക്ക് ഭയങ്കര അഭിമാനവും ധൈര്യശാലിയാണ് ഓള്. എന്നാ പിന്നെ ഞാൻ പോണോ? അന്നെ വിടുന്നത് ഞമ്മളൊരു ധൈര്യത്തിനാ. ആ പഴയ അടവൊന്നും മറന്നിട്ടില്ലല്ലോ. കളരി, കരാട്ടെ, കുംഫു ഏത് ഐറ്റം വേണം? അത് ഈ ഇഷ്ടമുള്ള എടുത്തോ. അതാ റസിയ വരുന്നുണ്ട്. ഇനി ഇന്നെ കണ്ട പറഞ്ഞോ, ഓർമ്മണ്ടല്ലോ. ചെല്ലി ചെല്ലി പൊയ്ക്കോ. സ്ലോ മോഷനിൽ നടക്കുന്നത്? ഞങ്ങൾ ഗുണ്ടകൾ ഇങ്ങനെയാ. രാവിലെ തന്നെ തമാശ പറയില്ലേ? നിങ്ങളെന്താ ജയന്റെ ആരാധകനാണോ?
ഒരാനയെ കിട്ടിയിരുന്നെങ്കിൽ ഗുസ്തി പിടിക്കാമായിരുന്നു. ഇതെന്തിന്? അങ്ങനെ തന്നെ വേണോ? ഞാനായാലും പോരെ. ഇല്ല. റസിയാന്റെ ബോഡി കട. മോനെ അഖിലെ, ഒരു പാവം കുട്ടീനെ വഴിയിൽ വെച്ച് ശല്യം ചെയ്യുന്നത് മോശമല്ലേ? അതുകൊണ്ട് അവളെ വെറുതെ വിട്ടേക്ക്. വെറുതെ വിട്ടില്ലെങ്കിൽ എനിക്ക് പോകാനുള്ള ഒരു സൗകര്യം ചെയ്തതാടാ. ഈ പരിസരത്തിന് കണ്ടുപോരുത്. ഇല്ല, നമ്മൾ തമ്മിൽ ഇനി കാണില്ല. പോട്ട മോളെ, പോട്ട മുടിയാ. എന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞ ഈ വഴി വരരുതെന്ന്. നീ ഫോണിൽ തന്നെ പേടിപ്പിക്ക. ഇത് കാണിച്ചത് ഞാൻ എന്ത് ചെയ്യാനാ? ഈ നാട്ടിലെ എല്ലാ പെൺപിള്ളേരും എന്റെ മുമ്പിൽ അടങ്ങി ഒതുങ്ങി നിൽക്കാറുണ്ട്. എന്താടി നിന്റെ വിചാരം? ഒന്നുമില്ല. നിനക്ക് പേടിയാവുന്നില്ലേ? ഇല്ല. ഒരൊറ്റ അടിക്കില്ല താൻ. മര്യാദയ്ക്ക് എന്നെ ഇഷ്ടാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നീ പിന്നെ ഉണ്ടാവില്ല. നാളെ ചിന്റെ മുമ്പിൽ ഇതുപോലെ വന്നാ ഞാൻ പറയും. ഭീഷണിയാണോ? ഏയ്, നാളെ വാ. അല്ലടാ, ഓളെ പിടിച്ച പ്രശ്നമാവോ? ഒരു ചുക്കും സംഭവിക്കില്ല. വൈറലായ പൂവാലൻ പിടിയിൽ. ജനങ്ങൾ കൈകാര്യം ചെയ്ത് പോലീസിലേൽപ്പിച്ചു. ചെലവൂര് നമ്മളെ നാട്ടിലോ? കുറേ നാളുകളായി പെൺകുട്ടികളെ മാനസികമായും ശാരീരികമായും ശല്യം ചെയ്ത പൂവാലൻ പിടിയിലായി. പഠിച്ചോനെ, ഇത് റസിയനെ ശല്യം ചെയ്ത ചങ്ങായിയാണല്ലോ. പാത്തുവോ പാത്തുവോ, അങ്ങോട്ട് വാ. ഞമ്മളെ റസിയനെ ശല്യം ചെയ്ത പൂവാലൻ പിടിയിലായിന്ന്. ആ പൂവാലല്ലേ, അവൻ പിടിയിലായിന്ന്. ഓൻ അങ്ങനെ എന്നെ കിട്ടണോ? ഓൻ എങ്ങനെ പിടിച്ചതൊന്ന് വായിക്കേ. അല്ല നമ്മള് വായിക്കണേ. ആ, എന്നാ ഒച്ചത്തിൽ വായിക്കേ, നമ്മൾ കേക്കട്ടെ. ഫേസ്ബുക്കിൽ പൂവാലന്റെ പ്രകടനം അപ്ലോഡ് ചെയ്യുകയും നിമിഷ നേരം കൊണ്ട് വൈറലാവുകയും ചെയ്തുകൊണ്ടാണ് പൂവാലൻ പിടിയിലായത്. അത് നന്നായി. ധീരമായ ഈ പ്രവൃത്തി ചെയ്ത റസിയക്ക് മുഖ്യമന്ത്രി അഭിനന്ദനം അറിയിച്ചു. റസിയോ? നമ്മളെ മോളെ പേരല്ലേ റസിയ? നിങ്ങളൊന്ന് വായിക്കു വേഗം. വേറെ റസിയ വേറെന്തോ ഉണ്ടോ നോക്കി. അല്ലോ നോക്ക്, മീൻ വിൽപ്പനക്കാരനായ മൂസയുടെയും പാത്തുവിന്റെയും മകളാണ് റസിയ. പീഡന ശ്രമത്തെ ചോദ്യം ചെയ്ത് പരാതി നൽകാൻ റസിയ കാണിച്ച ധൈര്യത്തിന് DGPയുടെ വക 5000 രൂപ പാരിതോഷികവും. ഓളിഞ്ച മോളല്ലേ, എന്നിച്ചിലും കൂടി കൊടുക്കായിരുന്നു CM-ന്. കാലക്കിക്കണ മോളെ, ഈ ചെയ്തത് വലിയ കാര്യ. പെൺകുട്ടികൾക്ക് നേരെ തോന്നിവാസം ചെയ്യുന്ന എല്ലാവർക്കും ഒരു പാടാണ്. ഉപ്പാന്റെ വക ഒരു സെക്കൻഡ്. മോളല്ലേ, എനിക്ക് നമ്മളൊരു